സംഘർഷം അവസാനിക്കാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബിഷപ്പ് ഹൌസ് 21 വൈദികർക്കെതിരെ നടന്ന മർദ്ദനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ഫെറോനകളിലെ വൈദികർ, സന്യസ്തർ എന്നിവരുടെ നേതൃത്വത്തിൽ കാലടി ജംഗ്ഷനിലേക്ക് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം കാനൂർ ഫെറോന വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ നിർവഹിച്ചു. ഇരുട്ടിന്റെ മറവിൽ 21 വൈദികരെ മർദ്ദിച്ചവശരാക്കി വലിച്ചിഴച്ച തിരുവസ്ത്രം വലിച്ചൂരി അരമനയിൽ നിന്നും ബസിലിക്കയുടെ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ ക്രിമിനൽ കൂരിയായുടെയും ബിഷപ്പ് പുത്തൂരിന്റെയും നിർദ്ദേശാനുസരണമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നരനായാട്ട് നടത്തിയ പോലീസുകാരുടെ ചെയ്തികൾക്കെതിരെ മഞ്ഞപ്ര, വല്ലം, കാഞ്ഞൂർ ഫെറോനകളിലെ വൈദികർ, സന്യസ്തർ, വിമൻസ് വെൽഫെയർ അംഗങ്ങൾ, KCYM, CLC, വിൻസെന്റ് പോൾ അംഗങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ജനകീയ വിചാരണ സദസ്സ് കാലടി ടൗൺ ജംഗ്ഷനിൽ നടത്തിയത്. മറ്റൂരിൽ നിന്നും ആരംഭിച്ച് കാലടി ജംഗ്ഷനിലുള്ള പഞ്ചായത്തിന്റെ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നപ്പോൾ ആയിരങ്ങൾ അണിചേർന്നു. കാഞ്ഞൂർ ഫെറോന വികാരി ഫാദർ ജോയ് കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ വല്ലം ഫെറോന വികാരി ഫാദർ പോൾ മാടശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഒരു വൈദികന്റെ മേലും ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിൽ അത്രയ്ക്ക് കൊടും ക്രൂരതയാണ് കഴിഞ്ഞ മാസം ജനുവരി 11-ാം തീയതി അതിരാവിലെ നമ്മുടെ അതിരൂപത ആസ്ഥാനത്ത് നമ്മുടെ 21 വൈദികർക്കെതിരെ നടമാടിയത്. ആ പ്രവൃത്തിയെ പോലീസിൻ്റെ നരനായാട്ട് എന്ന് വിശേഷിപ്പിച്ചാൽ അതിൽ തെല്ലും അതിശയോക്തിയില്ല. കാരണം അത്രയ്ക്ക് ക്രൂരവും നീചവും നിന്ദ്യവുമായ ഒരു പ്രവൃത്തിയായിരുന്നു അത്. മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തെ നോവിക്കുന്ന രീതിയിൽ അതിക്രൂരമായിട്ട് അന്നത്തെ ഉദ്യോഗസ്ഥര് ഈ വൈദികരെ ഇത്രമാത്രം മോശമായിട്ട് അവരോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വേദനയുടെ പ്രകടനമാണ്, അല്ലാണ്ട് ഒരു ശക്തി പ്രകടനമല്ല. ഫാദർ ജോയ്സ് കൈതക്കോട്ടിൽ ആമുഖ സന്ദേശം നൽകി. പക്ഷേ ഇന്ത്യൻ പൗരൻ എന്ന രീതിയിലുള്ള എന്റെ അവകാശം വിനിയോഗിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അതിന്റെ സ്വാതന്ത്ര്യമാണ്, അതിനെ വിനിയോഗിച്ചിരിക്കും. ആ സ്വാതന്ത്ര്യത്തെയാണ് പ്രതിഷേധിക്കാനുള്ള 21 പേരുടെ സ്വാതന്ത്ര്യത്തെയാണ് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് മതനേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും കൂട്ടുചേർന്നുകൊണ്ട് ലംഘിച്ചിരിക്കുന്നത്. അവരെ നമ്മൾ വിചാരണ ചെയ്യുന്നു. നിങ്ങൾ കുറ്റക്കാരാണ്, നിങ്ങൾ പിരിച്ചുവിടാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ഷൈജു ആന്റണി ചടങ്ങിൽ വിഷയാവതരണം നടത്തി. ഞങ്ങൾ സംസാരിച്ചിടത്തെല്ലാം ഞങ്ങൾ സംസാരിച്ചു. ഈ സർക്കാർ വ്യക്തമാക്കണം, എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികരെ കയ്യും കാലും തൂക്കിയെടുത്ത് ചത്ത പട്ടിയെ പോലെ വലിച്ചെറിച്ചു കൊണ്ടുപോകാൻ നിങ്ങളുടെ സർക്കാരിന്റെ നയം അങ്ങനെയാണോ എന്ന് വ്യക്തമാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ, നിമ്മി ആന്റണി, ബോബി ജോൺ, തങ്കച്ചൻ പേരയിൽ, മഞ്ഞപ്ര കൺവീനർ വർഗീസ് കൈതാരത്ത്, വല്ലം ഫെറോന കൺവീനർ ഷിജൻ, ഷിജോ മാത്യു, ബിജു തോമസ്, ജനറൽ കൺവീനർ ജോജി പുതുശ്ശേരി, കൺവീനർ ബിജു ആലുക്ക എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി. പെരുമ്പാവൂർ കൂട്ടുമഠം ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെയും പെരക്കാട് മഹാദേവ ക്ഷേത്രത്തിലെയും തിരുവാതിര തൈപ്പൂയ മഹോത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 വരെ ആഘോഷിക്കുന്നു. വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ഭസ്മാഭിഷേകവും മറ്റ് വഴിപാടുകളും ഭക്തർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്.